ഗുരുജിയുടെ പൂജാവിധികളൊക്കെ ചെയ്യുന്ന ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൽ ഗുരുജിക്ക് ഏതെങ്കിലും ഒരു കേസസ് അടുത്ത് വന്നതായിട്ട് ഗുരുജിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് കുറെ സ്ട്രെയിൻ എടുക്കേണ്ടി വന്ന് ചെയ്യേണ്ടതായിട്ട് ഒരു കർമ്മമോ പൂജയോ എന്തെങ്കിലും ഗുരുജിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൽ? ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് പറയുമ്പോ ഏകദേശമൊക്കെ ഒരു 1-2 കേസുകളൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അല്ല, അതങ്ങനെ നമ്മളൊരു പബ്ലിക് ഇതില് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. എന്നാലും നമുക്കത് ചെറിയ രീതിയിൽ പറയാന്ന് മാത്രം. കാരണം ഇത് കേൾക്കുന്ന ആളുകൾ അത് എത്രത്തോളം വിശ്വസിക്കുമെന്നോ അല്ലെങ്കിൽ അത് നമ്മളെ ഏത് രീതിയിൽ കാണുമെന്നോ നമുക്ക് പറയാം, അറിയില്ലല്ലോ. പക്ഷെ എന്നാലും ഞാൻ ഇത് ഏറ്റെടുത്തതിന് ശേഷം ഏറ്റവും കൂടുതൽ നമ്മളെ കൂടുതൽ ഒരു എന്താ പറയാ ഈ ഒരു സർഫസിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു പക്ഷെ നമുക്കത് ലാസ്റ്റ് ഘട്ടത്തിൽ അത് എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു മാർഗം ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് വന്നത് ഒരു ഗന്ധർവന്റെ കാര്യം തന്നെയാണ്. പറയുമ്പോഴും ഈ എനർജികളൊക്കെ വീണ്ടും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാൻ ഈ പ്രപഞ്ചത്തിൽ ഇതിന്റെ എനർജികൾ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞു വിട്ട ആ ഒരു എനർജി ആണെങ്കിൽ പോലും നമ്മൾ അവരെ പറ്റി പറയുമ്പോഴും ഇതൊക്കെ കണക്ഷനാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു പ്രകൃതിയുടെ ഈ വൈഭവത്തിലിരുന്ന് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇവിടെയൊക്കെ ഈ സർഫസിലൊക്കെ എത്ര കാര്യങ്ങളുണ്ടെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ. അല്ല, പ്രത്യേകിച്ച് നമ്മൾ ഇരിക്കുന്ന ഈ ഒരു സ്ഥലം പോലും ഇവിടെ നിൽക്കുന്ന മരങ്ങളെല്ലാം ഗന്ധർവന്മാരുമായിട്ടും നാഗത്തിന്റെ ഒരു കണക്ഷൻ ഉള്ള ഒരു പ്രദേശത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടപ്പോ ഗന്ധർവന്റെ കാര്യത്തിലാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെ. കാരണം ഇവർക്ക് തന്നെ ഒരു ലോകമുണ്ട്, ഗന്ധർവ ലോകം എന്ന് പറഞ്ഞൊരു ലോകം തന്നെ ഉണ്ട്. അപ്പൊ ഇതൊരു സത്യമായൊരു സംഭവമാണ്. നമ്മളിപ്പോ എത്രയൊക്കെ ശാസ്ത്രം വളർന്നാലും ഇങ്ങനെയുള്ള ലോകങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് തന്നെ ദൃഷ്ടിയാൽ അറിയാലോ. അപ്പൊ നമ്മള് അല്ല ഗുരുജി, സയൻസ് ഒക്കെ വളരെ വന്നിട്ട് ഇപ്പൊ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. പക്ഷെ ഇതിനു മുമ്പ് തന്നെ നമ്മുടെ ഋഷിവര്യന്മാര് നമ്മുടെ ജാതകങ്ങൾ, ജ്യോതിഷങ്ങൾ, ഇത്ര നക്ഷത്രങ്ങൾ ഉണ്ടെന്നും ഇതേപോലെ സൂര്യൻ ഇങ്ങനെ ഉപഗ്രഹങ്ങൾ ചുറ്റുന്നും അത് നമ്മുടെ ജീവിതത്തെ, ഒരു മനുഷ്യന്റെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നും എല്ലാം ഋഗ്വേദങ്ങളായാലും ഉപനിഷത്തുകളായാലും ഇതെല്ലാം സയൻസ് വരുന്നതിന് മുൻപേ എഴുതപ്പെട്ടതാണ്. ഇതിന് നമുക്ക് എങ്ങനെയാണ് നമുക്കൊരു സുപ്രഭാതത്തിൽ നമുക്ക് ഇതൊന്നും ശരിയല്ല എന്ന് പറയാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല. ഈ ഉപാസന എന്ന് പറയുമ്പോൾ ആ ഉപാസന തലത്തിൽ ഒരു ഉപാസകൻ അനുഭവിക്കുന്നത് ഒരു ആനന്ദമാണ്. അവൻ മറ്റുള്ളവരിൽ നിന്നും വിഭിന്നനാണ്. പിന്നെ ഒരു ഉപാസകനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രായം, ഇപ്പൊ നമ്മളൊക്കെ ചെറിയ പ്രായം തൊട്ട് ഉപാസനയിലേക്ക് കിടക്കുമ്പോൾ ഈ ചെറിയ പ്രായത്തിൽ നമ്മൾ അനുഭവിക്കേണ്ട കുറെ സുഖങ്ങളുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ മാതാപിതാക്കന്മാരുടെ ഒപ്പം നടക്കണു, അവരൊപ്പം ടൂറ് പോകണു, സിനിമയ്ക്ക് പോകണു, അല്ലെങ്കിൽ മറ്റുള്ള കൂട്ടുകാരൊപ്പം കളിച്ച് ചിരിച്ച് നടക്കണു. ചിലപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഉപാസകരെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ഒരു സർഫസിലൊന്നും അവർക്ക് സന്തോഷം കിട്ടണമെന്നില്ല ചെറുപ്പം തൊട്ട്. അപ്പൊ അവരൊക്കെ എല്ലാവരെയും നിന്ന് ഉൾവലിഞ്ഞിട്ടായിരിക്കും മാറി പോവാ. ഒരു ഒറ്റപ്പെട്ട ജീവിതം. ഈ ഒറ്റപ്പെടിപ്പിക്കണത് ഈ മൂർത്തികൾ തന്നെയാണ്. കാരണം നമ്മൾ ഈ മനുഷ്യരിലെല്ലാവരിലും കാപട്യമുണ്ട്. ഇപ്പൊ ഈ പറയണ നമ്മളിലടക്കം കാപട്യമുണ്ട്. ഈ കാപട്യം ഇല്ലാതെ ഈ കാപട്യം മനസ്സിൽ വെച്ചിട്ട് പുറമെ ചിരിച്ച് കാണിക്കുന്ന സമൂഹങ്ങളാണെന്ന് 90%. അപ്പൊ ഈ നന്മയും തിന്മയും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷെ ഒരു ഉപാസകനെ സംബന്ധിച്ച് ആ ഉപാസന മൂർത്തിക്ക് അറിയാം ഒരു വ്യക്തിയുടെ നന്മയും തിന്മയും. അപ്പൊ ഈ നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു വ്യക്തി ഈ ഉള്ളില് തിന്മ വെച്ചിട്ട് നമ്മുടെ മുമ്പിൽ അവരുടെ കാര്യം നടക്കാൻ വേണ്ടി ചിരിച്ച് കളിച്ച് വർത്താനം പറഞ്ഞു അല്ലെങ്കിൽ നമ്മളെ സൂചിപ്പിച്ചൊക്കെ വർത്താനം പറയുമ്പോഴും ഈ നമ്മുടെ ഉള്ളിലും അത് നമ്മളെ നയിക്കണതായിട്ട് നമ്മുടെ മുമ്പിലും പിറകിലും ഒരു ചൈതന്യം ഉണ്ടാവും. അത് ദേവിയായിരിക്കും, ഹനുമാനായിരിക്കും, മുരുകനായിരിക്കും, ആരും ആയിക്കോട്ടെ, അവർക്കറിയാൻ പറ്റും ഈ വരുന്ന വ്യക്തികളുടെ മനോഭാവം. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളിൽ നിന്നൊക്കെ നമ്മളെ തന്നെ നമ്മുടെ ഒരു കാവൽ മാലാഖമാരെ പോലെയാണോ ഇവര്? അതാണ്, കാവൽ മാലാഖ മാത്രം ആണ് അല്ല, അതിലപ്പുറത്തേക്ക് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യണം. നമ്മുടെ ഈ ആത്മാവിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഈ സോളിന് എന്തെങ്കിലും ഒരു നിയോഗം ഉണ്ടാവും. ഈ ഭൂമിയിൽ വന്ന് നമുക്ക് ചെയ്യേണ്ട കുറച്ച് കർമ്മങ്ങൾ ഉണ്ടാവും. ആ കർമ്മത്തിലേക്ക് നമ്മൾ പോണ സമയത്ത് ഈ നെഗറ്റീവായിട്ടുള്ള ചൈതന്യങ്ങള്, അതും ചൈതന്യം തന്നെയാണ്, അവരൊക്കെ നമ്മൾ വഴി തെറ്റിച്ച് വിടും. അപ്പൊ ആ വഴി തെറ്റിച്ച് വിടുന്ന സമയത്ത് നമുക്കൊരു പാത, വേറെ നമ്മൾ പോകേണ്ട ലക്ഷ്യത്തിലേക്കുള്ള ഒരു പാത കാണിച്ചു തരാനായിട്ടാണ് നമ്മളിലേക്ക് ഈ മൂർത്തികളൊക്കെ നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ആ മൂർത്തികളിലേക്ക് സമർപ്പിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെ മനുഷ്യരെക്കാളും കൂടുതൽ സന്തോഷവും സമാധാനവും. മനുഷ്യർ ചതിക്കും നമ്മളെ, പക്ഷെ ഒരിക്കലും മൂർത്തികൾ നമ്മളെ ചതിക്കില്ല. ഞാൻ വേറൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ, എല്ലാ മനുഷ്യർക്കും ഈ ഉപാസന ചെയ്യാനുള്ള കഴിവുണ്ടോ? ഈ മൂർത്തികൾ തന്നെയാണോ തിരഞ്ഞെടുക്കുന്നത്? എല്ലാ മനുഷ്യർക്കും ചൈതന്യമുണ്ട്. അതില്ലാതെ ഈ ലോകത്ത് എല്ലാ സർവ്വ ചരാചരങ്ങൾക്കും ചൈതന്യമുണ്ട്. പക്ഷെ ഉപാസന തലത്തിലൊക്കെ എത്താന്ന് പറയുന്നത് അത് അപൂർവമായിട്ടുള്ള വ്യക്തികളിലേക്കാണ് അത് കൂടുതൽ വരാം. പിന്നെ ചെറിയ രീതിയിൽ ഉപാസനയൊക്കെ ചെയ്യുന്ന ആളുകൾ ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് വലിയൊരു ഉപാസകരെ പോലെ ഈ നാടകത്തിലൊക്കെ വേഷം കെട്ടി നടക്കുന്ന പോലെ നടക്കുന്ന ആളുകളുണ്ട് ഈ ലോകത്ത്. അപ്പോൾ സാധാരണക്കാർക്ക് ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ ഇതൊക്കെ ഇതൊക്കെ ഇതിന്റെയൊക്കെ ഭാഗമാണ്. ഇതൊക്കെ ഒരു പ്രദർശന വസ്തുക്കൾ തന്നെയാണത് സത്യം പറഞ്ഞു കഴിഞ്ഞാല്. പക്ഷെ നമ്മളെ പോലെയുള്ള ആളുകൾ
ഈ ഭഗവാനായിട്ട് കൂടുതൽ ഇണങ്ങി നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആനന്ദമുണ്ട്, മനസ്സിന്റെ ഒരു ആനന്ദമുണ്ട്. പിന്നെ നമുക്കൊരു വ്യക്തിയുടെ അടുത്തൊരു കാര്യങ്ങൾ പറഞ്ഞ് അവരുടെ കയ്യിലിരിക്കുന്ന കാശ് മേടിച്ചിട്ട് നമ്മൾ നമ്മളുടേതായ സുഖലോലുപതയ്ക്ക് നമ്മൾ ഉപയോഗിച്ചില്ല. അപ്പൊ ഒരു മനസാക്ഷി കുത്ത് നമ്മളെ സംബന്ധിച്ചില്ല. അപ്പൊ എപ്പോഴും നമുക്കൊരു പ്രസന്നത ഉണ്ടാവും. പിന്നെ ഒരു ആരുടെ മുമ്പിലും നമുക്ക് ധൈര്യമായിട്ട് നിൽക്കാൻ പറ്റും. ഒളിഞ്ഞു മാറി നിൽക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല ഫോൺ. ഒരാൾ വിളിച്ചാൽ തന്നെ നമുക്ക് എടുക്കാൻ തോന്നും. കാരണം നമ്മൾ അവരെ ആരും പറ്റിച്ച് അവരിൽ നിന്ന് ധനം മേടിച്ചിട്ടില്ലല്ലോ. ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്നതും ബിസിനസ് ആക്കുന്നതും അത് ഭക്തിയാണ്, ഭക്തി തന്നെയാണ്. ആത്മീയത മാത്രമല്ല. ഇപ്പൊ വിദ്യാഭ്യാസ മേഖലയാണെങ്കിലും മെഡിക്കൽ മേഖലകളാണെങ്കിലും ഒക്കെ കാപ്പറ്റിയുണ്ട്. പക്ഷെ അതൊന്നും ആരും തുറന്നു പറയണില്ല. പക്ഷെ ഭക്തി എന്ന് പറയുന്നത് ആർക്കും പെട്ടെന്ന് കയറി വരാവുന്ന ഒരു സംവിധാനം. അവിടെ വിദ്യാഭ്യാസം ഉള്ളവന് വരാം, ഇല്ലാത്തവന് വരാം, ഇടയിൽ നിൽക്കണവന് വരാം. ആർക്കും വന്ന് ഇതില് കൂട് വയ്ക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു മാർഗം. എല്ലാവർക്കും ഒരു അഭയകേന്ദ്രം, അമ്പലം, ഒരു ഭക്തി മാർഗത്തിലൂടെയാണ് എല്ലാവർക്കും ഒരു ആശ്രയം കിട്ടുന്നത്. അത് ചൂഷണമാണ്. ഈ ഭക്തി ഇല്ലാതെ നിരീശ്വരവാദം പറയണവന്റെ ഉള്ളിലുണ്ട് ഭക്തി. കാരണം ഞാൻ പോയിട്ടുണ്ട്, ഒരുപാട് നിരീശ്വരവാദികളുടെ വീട്ടിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ആരും അറിയാതെയൊക്കെ അവർ കൊണ്ടുപോയിട്ടുണ്ട്, അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞില്ല, എല്ലാവരുടെ ഉള്ളിലുണ്ട് ഇത്. പക്ഷെ അത് ചിലവരത് പ്രദർശിപ്പിച്ച് പറയും, ചിലവരത് പ്രദർശിപ്പിക്കാണ്ട് പറയും. നമുക്ക് ഒരാളുടെയും വായ അടച്ചു കിട്ടാനൊന്നും സാധിക്കില്ലാന്നേ. നമ്മളെ തന്നെ പഠിക്കുക, നമ്മൾ ചെയ്യണ ആ പ്രവൃത്തിയിൽ സത്യസന്ധത കാണിക്കുക. നമുക്ക് ഒരാളുടെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. നമ്മളിൽ ഏത് മൂർത്തിയാണോ നമ്മുടെ ഉള്ളിൽ വന്ന് നമുക്ക് ആ പാത തെളിയിച്ചു തരുന്നത്, ആ മൂർത്തിയുടെ ആ ഒരു സ്നേഹം, അല്ലെങ്കിൽ അവർ കാണിച്ചു തരുന്ന ആ പാതയിലൂടെ നമുക്ക് കിട്ടുന്ന സന്തോഷം, ഇത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. വ്യക്തികളിലേക്ക് ഒരിക്കലും, മനുഷ്യരുടെ സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ട് നമുക്ക് ഒരിക്കലും ഈ ഒരു പാതയിൽ സഞ്ചരിക്കാൻ പറ്റില്ല. ഹനുമാൻ സ്വാമി ഉപാസകനായിട്ട് സ്വാമി എങ്ങനെയാണ് താങ്കളിലേക്ക് എത്തപ്പെട്ടത്? അത് ചെറുപ്പം മുതലേ താങ്കൾ ഈശ്വരവിശ്വാസിയായിരുന്നോ, അതോ ഒരു നിയോഗം പോലെ എത്തിപ്പെട്ടതാണോ? എങ്ങനെയാണ് ആത്മീയതയിലേക്ക് താങ്കൾ കടന്നു വന്നതെന്ന് പറയാമോ? അതെന്താന്ന് വെച്ചാല് നമ്മളെ ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കപ്പെടുമ്പോൾ തന്നെ ആ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് ഉണ്ടാവും. പക്ഷെ നമുക്ക് ആ ഒരു തിരിച്ചറിവിന്റെ ഒരു കാലം വരുമ്പോഴാണ് അത് പ്രത്യക്ഷത്തിൽ നമുക്ക് അനുഭവപ്പെടാം. അപ്പൊ അങ്ങനെ അനുഭവപ്പെട്ട ഒരുപാട് അനുഭവങ്ങളുണ്ട്. പിന്നെ നമ്മൾ ഈ പറഞ്ഞോണം ഒരു ഗൾഫിലേക്കുള്ള ഒരു യാത്രയൊക്കെ സംബന്ധമായിട്ട് ഒരു 19-20 വയസ്സിലാണ് നമ്മളൊരു വ്യക്തിയെ കണ്ടുമുട്ടുന്നതും, ഒരു ഗുരുസ്ഥാനത്ത് ഒരു വ്യക്തിയെ കണ്ടുമുട്ടുന്നതും. അങ്ങനെ ഗൾഫിലേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അത് ബ്ലോക്കായി. ഗുരുജിക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? അന്ന് ഏകദേശം ഒരു 20 വയസ്സുണ്ടാവുള്ളൂ. അപ്പൊ 20 വയസ്സ് വരെയും ഗുരുജി ഒരു ദൈവഭക്തനായില്ല? ഭക്തി എന്ന് പറയാനൊന്നും അത്ര ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം വെച്ചാൽ ഞങ്ങളുടെ തറവാട്ടിലൊന്നും അങ്ങനെ ഒരു ഭക്തി ഇല്ല. പക്ഷെ എൻ്റെ അമ്മയുടെ തറവാട്ടിൽ എൻ്റെ അമ്മയുടെ അച്ഛൻ ഒരു ഉപാസകനായിരുന്നു, ഭഗവതിയുടെ ഉപാസകനും മുരുകന്റെ ഉപാസകനായിരുന്നു മുത്തച്ഛൻ. ആ മുത്തച്ഛനെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ അനുഗ്രഹം നമുക്ക് വന്നു പെട്ടിട്ടുണ്ട്. കാരണം ആ തലമുറയിൽ ആരും പിന്നീട് ഇത് കൊണ്ടു നടന്നിട്ടില്ല. അപ്പൊ അമ്മയുടെ വീട് ഇത്തിരി ദൂരെയാണെങ്കിൽ പോലും ഇപ്പോഴും അവരായിട്ടൊക്കെ നമുക്ക് നല്ല ബന്ധങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവരെല്ലാരും ഇത് പഠിച്ചിട്ട് തരില്ലേ. പക്ഷെ എവിടെ ചെന്നാലും ഇപ്പൊ നമ്മുടെ ഗുരുനാഥനാണെങ്കിലും നമ്മളോട് പറഞ്ഞൊരു കാര്യം, മുത്തച്ഛന്റെ അനുഗ്രഹം ഉണ്ട്. അദ്ദേഹം ചെയ്തു വെച്ച പാതകൾ അദ്ദേഹത്തിന് പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതിലൂടെ വന്ന ഒരു കണക്ഷനാണ് ഇപ്പൊ നമുക്ക് ഈ ഭഗവതി ആയിട്ടായാലും ഹനുമാൻ സ്വാമി ആയിട്ടാണെങ്കിലും മുരുകനൊക്കെ ആയിട്ടാണെങ്കിലും ഈ ഒരു ബന്ധം നമുക്ക് കൂടുതൽ കിട്ടാൻ കാരണം അദ്ദേഹമാണ് നമുക്കൊരു ഒരു സ്ഥാനത്തുള്ളത്. അപ്പൊ അത് ഞാൻ പിന്തുടർന്ന് പോരുന്നു. അതിന്റെ ഒരു അനുഗ്രഹം ഈശ്വരൻ സഹായിച്ചപ്പോ ഇന്ന് വരെ ഉണ്ട്. ആത്മീയതയിൽ വന്നിട്ട് ഗുരുജിക്ക് എന്തൊക്കെയാണ് ത്യാഗങ്ങൾ സഹിക്കേണ്ടി, എന്തൊക്കെ ത്യജിക്കേണ്ടി വന്നു, എന്തൊക്കെ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നു?